ഹായ്, എല്ലാവർക്കും PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന PSC പരീക്ഷയിൽ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത് പ്ലൂറ എന്നാണ്. പ്ലൂറ എന്നാണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത്. ശ്വാസകോശങ്ങളെക്കുറിച്ചുള്ള പഠനം പ്ലൂറോളജി. ശ്വാസകോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി എന്നാണ്. പേശികളില്ലാത്ത അവയവം. ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. അതായത് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ശ്വാസകോശമാണ്. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ ഹൃദയത്തിൻ്റെ ഇരുവശങ്ങളിലായാണ്. ഔരസാശയത്തിൽ ഹൃദയത്തിൻ്റെ ഇരുവശങ്ങളിലായാണ് ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണ്. അതായത് ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അതായത് എവിടെ നിന്നാണ് ശ്വാസനാളം ആരംഭിക്കുന്നത്, അന്നനാളവും ആരംഭിക്കുന്നത്? അത് ഗ്രസനിയിൽ നിന്നാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ശ്വാസനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളാണ് ബ്രോങ്കൈക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. ബ്രോങ്കൈക്കുകൾ എന്ന് അറിയപ്പെടുന്നത് ശ്വാസനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളാണ്. ഓരോ പ്രാവശ്യവും ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിലെ അളവ് ടൈഡൽ വോളിയം. ഓരോ പ്രാവശ്യവും ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ്, നമ്മൾ ശ്വസിക്കുകയും നിശ്വാസം ചെയ്യുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം എന്നത്. ടൈഡൽ വോളിയം ഏകദേശം ഒരു 500 മില്ലി ആണ്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ 500 മില്ലി ആണ്. താങ്ക് യു.